40-ാം ശ്ലോകത്തിലൂടെ ഭഗവാൻ ബ്രഹ്മാവിന് അഭയം നൽകി. മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചാൽ കർമ്മം ചെയ്യുമ്പോൾ മോഹം ബാധിക്കില്ല എന്ന പരമമായ സത്യം നാം കണ്ടു. ഇനി 41-ാം ശ്ലോകത്തിൽ ഭഗവാന്റെ ആജ്ഞ സ്വീകരിച്ച് ബ്രഹ്മാവ് ഗോലോകത്തു നിന്ന് എങ്ങനെ വിട വാങ്ങിയെന്നും തൻ്റെ കർമ്മത്തിലേക്ക് പ്രവേശിച്ചു എന്നും സൂതൻ വിവരിക്കുന്നു. 41-ാം ശ്ലോകം സൃഷ്ടിക്കായുള്ള പുറപ്പാട്. ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി ബ്രഹ്മാവ് തൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ഇത്യുക്താ സ ജഗന്നാഥോ വിരരാമ ച സംസദി ബ്രഹ്മാദം പ്രണിപത്യാശു ജഗാമ സ്വാലയം മുനി. പദാനുപദ അർത്ഥം: ഇതി ഇപ്രകാരം, ഉക്ത്വാ പറഞ്ഞിട്ട്, ജഗന്നാഥഃ ജഗന്നാഥൻ, വിരരാമ മൗനമവലംബിച്ചു, സംസാരം നിർത്തി എന്നർത്ഥം. സംസദി സഭയിൽ, ബ്രഹ്മാവ്, തം അവിടുത്തെ, അതായത് ഭഗവാനെ, പ്രണിപത്യ നമസ്കരിച്ചിട്ട്, സാഷ്ടാംഗം പ്രണമിച്ചിട്ട്, ആശു വേഗത്തിൽ, ജഗാമ പോയി, സ്വാലയം സ്വന്തം ധാമത്തിലേക്ക്, ബ്രഹ്മലോകത്തേക്ക്, മുനെ ഹേ മുനെ, ശൗനകാദി മുനികളോട് സൂതൻ പറയുന്നു. ഈ ശ്ലോകത്തിൻ്റെ സാരം: ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ജഗന്നാഥൻ ആ സഭയിൽ മൗനം അവലംബിച്ചു. ബ്രഹ്മാവ് ഭഗവാനെ ഭക്തിയോടെ പ്രണമിച്ച ശേഷം വേഗത്തിൽ തൻ്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോയി. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും ഈ ശ്ലോകം ഒരു പ്രധാന ആത്മീയ പാഠം നൽകുന്നു. മൗനത്തിൻ്റെ പ്രഭാവം, ദ പവർ ഓഫ് സൈലൻസ്. ഭഗവാൻ ഉപദേശം നൽകിയ ശേഷം വിരരാമ, നിശബ്ദനായി. അമിതമായി വാക്കുകളല്ല, മറിച്ച് സാരാംശമായ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ആ വാക്കുകൾക്ക് ഭക്തൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ സമയം നൽകുന്ന രീതിയാണിത്. പ്രണിപാതം, സറണ്ടർ. ഉപദേശം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നന്ദിയോടെയും വിനയത്തോടെയും അത് സ്വീകരിക്കുക എന്നതാണ്. ബ്രഹ്മാവ് കാണിച്ചു തരുന്ന വിനയം ഏവർക്കും മാതൃകയാണ്. സ്വാലയം, ഫോക്കസ് ഓൺ ഡ്യൂട്ടി. ഭഗവാന്റെ സാമീപ്യം അത്യന്തം സുഖകരമാണെങ്കിലും ബ്രഹ്മാവ് അവിടെ തന്നെ നിൽക്കുന്നില്ല. തൻ്റെ കർത്തവ്യം, ഡ്യൂട്ടി നിർവഹിക്കാൻ ആശു വേഗത്തിൽ തൻ്റെ സ്ഥാനത്തേക്ക് പോകുന്നു. ആത്മീയത എന്നത് ജോലിയിൽ നിന്ന് ഓടി ഒളിക്കലല്ല, മറിച്ച് ലഭിച്ച ജ്ഞാനം വെച്ച് തൻ്റെ കടമകൾ കൃത്യമായി നിർവഹിക്കലാണെന്ന് ഇത് കാണിക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, നീ ഗുരുവിൽ നിന്നോ ഈശ്വരനിൽ നിന്നോ ഒരു ജ്ഞാനം സ്വീകരിച്ചാൽ അടുത്ത ഘട്ടം ആ ജ്ഞാനം നിന്റെ കർമ്മങ്ങളിൽ പ്രാവർത്തികമാക്കുക എന്നതാണ്. ജ്ഞാനം ലഭിച്ച ശേഷം നിശബ്ദനായി അത് ചിന്തിച്ചുറപ്പിക്കുക, വിരരാമ. ശേഷം നിന്റെ കർമ്മമണ്ഡലത്തിലേക്ക്, സ്വാലയം, ഉന്മേഷത്തോടെ ഇറങ്ങുക. ബ്രഹ്മാവ് തൻ്റെ ലോകത്തേക്ക് മടങ്ങി. ഇനി 42-ാം ശ്ലോകത്തിൽ ബ്രഹ്മാവ് പോയ ശേഷം ഗോലോകത്ത് ഭഗവാൻ ആരെയാണ് സ്മരിച്ചത് എന്നും ആരുടെ ഉൽപ്പത്തിയാണ് നടന്നതെന്നും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.